നമ്മൾ പല ഇൻ്റർവ്യൂകളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹിമാലയത്തിൽ പോയി, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു, അവിടെ വെച്ചൊരു സന്യാസിയെ കണ്ടു, അദ്ദേഹം വായുവിൽ നിന്ന് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് പിടിച്ച് കയ്യിലേക്ക് കൊടുത്തു എന്നൊക്കെ പറയാറുണ്ട്. എന്നിട്ട് അത് അദ്ദേഹം ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഇങ്ങനൊരു രുദ്രാക്ഷം സൃഷ്ടിക്കപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള കള്ളത്തരങ്ങളാണ്. ഇതെല്ലാം തന്നെ മാജിക് ട്രിക്സാണ്. ഓക്കെ, ഏത് മതപുരോഹിതൻ അത്ഭുതം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇതെല്ലാം നമുക്കിവിടെ കിട്ടുന്ന കാര്യങ്ങളാണ്. വാച്ചോ ക്ലോക്കോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ആധ്യാത്മികതയിലേക്ക് മാറുമ്പോൾ അതിൻ്റെ രൂപവും അവർ ചെയ്യുന്ന രീതിക്കനുസരിച്ചുള്ള ഒരു ചെറിയ, ഉദാഹരണമായി പറഞ്ഞാൽ ഇതുപോലുള്ളൊരു ചെറിയ ഷേപ്പും ഒക്കെ മാറുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറൊരു കാര്യമില്ല. ഇതെല്ലാം തന്നെ മാജിക് ട്രിക്കുകളാണ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ കൊണ്ട് ഏകദേശം മതത്തിൻ്റെ ചരിത്രങ്ങൾ, അതിനകത്തുള്ള കാര്യങ്ങൾ, ദൈവങ്ങൾ, ഇവയെക്കുറിച്ചാണ് ചർച്ച ചെയ്തെങ്കിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദിവ്യാത്ഭുതങ്ങളുടെ ടെക്നിക്കുകളാണ്. അതായത് ആധ്യാത്മികനാണ് താനെങ്കിൽ, താൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് എങ്കിൽ, ദൈവമാണ് മിറക്കിൾസ് സംഭവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഞാനും ചെയ്യണ്ടേ എന്നുള്ള ഉള്ളിലുള്ളൊരു ബോധമാണ് ചിലപ്പോൾ. ഇനി അതല്ലെങ്കിൽ ആൾക്കാരെ ആകർഷിക്കാനായിരിക്കാം. ചില ഗുരുക്കന്മാർ പറയുന്നു ഇതൊക്കെ എൻ്റെ വിസിറ്റിംഗ് കാർഡുകളാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചേറെ സംഘടനകളിലൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാൻ ഇവർ എന്താണ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പല തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് ആധ്യാത്മികതയുമായിട്ട് ഈ പറയുന്ന അത്ഭുതങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവന് സ്വന്തമായി ഒറ്റക്കാലം നിൽക്കാനുള്ള ഒരു പ്രചോദനം കൊടുക്കുന്നത് എന്തോ അതാണ് ആധ്യാത്മികത. ഇനി അതല്ലെങ്കിൽ അവനൊരു സാന്ത്വനം കൊടുക്കുന്നത് എന്താണോ അതാണ് ആധ്യാത്മികത. ആ സാധനം കൊടുക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ ഗുരുവായിരിക്കും. ഇത്ര മാത്രം മതി. നമുക്ക് വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. പണ്ടൊരു ഗുരുനാഥന് ഇങ്ങനൊരു വള്ളത്തിലൂടെ സഞ്ചരിച്ച സമയത്ത് അതിന് തൊട്ടു മുന്നിൽ ഒരാൾ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്ന് അപ്പുറത്ത് കരയിൽ ചെന്നു എന്നാണ് കഥ. അവിടെ ചെന്ന് അദ്ദേഹത്തെ കളിയാക്കി, താങ്കൾ വലിയ ഗുരുവൊക്കെ ആണല്ലോ, എന്നിട്ട് ഈ ഒരു വിദ്യ അഭ്യസിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ എത്ര വർഷം കൊണ്ടാണ് ഇത് അഭ്യസിച്ചെന്ന് വെച്ചാൽ പറഞ്ഞു, 42 വർഷത്തിൻ്റെ കഠിന പരിശ്രമമാണ് ഞാൻ ഈ വെള്ളത്തിന് മുകളിലൂടെ നടന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, കാലണ ലാഭിച്ചു എന്ന് പറഞ്ഞു. പഴയ കാലമാണ് കേട്ടോ. കേരളത്തിൽ നമുക്ക് കാലണ, അരയണയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം. അതായത് ആ കടത്തിൽ അപ്പുറം വരെ കടക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് കാലണ കൊടുത്താൽ മതിയായിരുന്നു. ആ ഒരു കാലണയ്ക്ക് വേണ്ടിയാണ് അയാൾ 45 വർഷം 50 വർഷം ചിലപ്പോൾ പരിശ്രമിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ആർക്കാണ് ഗുണം? ഇതാണ്. ഇപ്പം നമുക്കൊന്ന് പറക്കണം, സിദ്ധികൾ വേണം, പറക്കണം. വെറുതെ പൈസ കൊടുത്ത് നമ്മളൊരു എയ്റോപ്ലെയിൻ കയറി പോയാൽ പോരെ. അല്ലാതെ മറ്റുള്ള വ്യക്തികൾക്ക് അതുകൊണ്ട് എന്താണ് ഗുണം? ഈ വ്യക്തി ഒരാളെ അത്ഭുതപ്പെടുത്താനായിട്ട് നമുക്ക് പലതും കാണിക്കാം. അതിന് വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിന് ശേഷം ഇങ്ങനൊരു കാര്യം കാണിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവാറുള്ളത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധ്യാത്മികമായി ഉയർച്ച ഉണ്ടാവുമെന്ന് പറയുന്ന പലരും അവരുടെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുണ്ട്.
കുപ്പിച്ചിലിന് മേലിലൂടെ ഡാൻസ് കളിക്കുക, വായുവിൽ നിന്ന് ഭസ്മം വരുത്തുക, വായുവിൽ നിന്ന് പല സാധനങ്ങൾ എടുക്കുക, വായുവിൽ നിന്ന് ശിവലിംഗം പുറത്തേക്ക് ചാടിക്കുക. ഇതെല്ലാം ഇപ്പോൾ നെറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ രഹസ്യങ്ങളെല്ലാം അവരുടെ തന്നെ വീഡിയോസ് എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും ഇവരൊക്കെ തന്നെ ഇപ്പോഴും ദൈവങ്ങളുടെ അവതാര പുരുഷന്മാരായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അതിനെ ഇപ്പോഴും ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എന്തൊക്കെയാണ് ചില അവസ്ഥകൾ എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വായുവിൽ നിന്ന് ഭസ്മം എടുക്കുന്ന ആൾ നമുക്കറിയാം സത്യസായി ബാബയാണെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ചെയ്ത മാജിക്കുകളും അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന് വേറെ ചില അത്ഭുതങ്ങളുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു നല്ല റേക്കി മാസ്റ്റർ ആയിരുന്നു എന്ന് അത്യാവശ്യം ആർക്കും അറിയില്ല. കാതറിൻ മില്ലർ എന്ന് പറഞ്ഞ ഒരാളുടെ റേക്കി ബുക്കിൻ്റെ പുറം ചട്ടയിലാണ് ഞാനത് മനസ്സിലാക്കിയത്. കാർമിക് എഫക്റ്റുകൾ മാറ്റാൻ വേണ്ടിയിട്ട് സത്യസായി ബാബ അവരെ നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും ചില ഹീലിംഗ് സിസ്റ്റത്തെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിരുന്നുവെന്നും ഭഗവത്ഗീത ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡുകളാണെന്ന് അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത്. എന്തായിരുന്നാലും അവിടെ വേറെ ചില നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. കാരണം ഫ്രീ ആയിട്ട് ഹാർട്ട് സർജറി ചെയ്യുന്നുണ്ട്. അതൊക്കെ പോസിറ്റീവായ കാര്യങ്ങളാണ്. അപ്പം നല്ലതും അതിൻ്റെ അവസ്ഥകളും എന്തിനാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നമ്മൾ അവർ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള പല മനുഷ്യ ദൈവങ്ങൾ ഇപ്പോൾ വായുവിൽ നിന്ന് വളരെ അടുത്ത് തന്നെ ഒരു രുദ്രാക്ഷം സൃഷ്ടിച്ച കഥ നിങ്ങൾ ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതും ആധ്യാത്മികതയായിട്ട് എന്താണ് ബന്ധം? ഈ അത്ഭുതം കാണിക്കുമ്പോൾ കുറച്ചേറെ പേര് അതിനകത്ത് ഇപ്പോഴത്തെ അവസ്ഥ ഓർക്കുന്നത് 2024 ഈ 2024 ഡേവിഡ് കോപ്പർഫീൽഡ്, ഡേവിഡ് ബ്ലെയിന് തുടങ്ങി അങ്ങറ്റം വരെ ചെയ്യാൻ കഴിവുള്ള മജീഷ്യൻസ് നിലവിലുള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ എന്നാണ് എൻ്റെ ചോദ്യം. നമുക്ക് വേണേൽ നോക്കി മെഴുകുതിരി കത്തിക്കാം, അല്ലെങ്കിൽ യൂറോപ്യൻ മജീഷ്യൻസൊക്കെ വെടിവെച്ചിട്ട് മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇപ്പം ഞാനൊരു അത്ഭുതം കാണിക്കുമ്പോഴോ ഇനി അല്ലെങ്കിൽ ഞാനൊരു ഡ്രസ്സ് ഇടുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഡ്രസ്സ് ഉപയോഗിക്കുമ്പോഴൊക്കെ തന്നെ ഈ മറ്റുള്ളവരിൽ അതിലും താണതാണ് താൻ എന്നൊരു തോന്നലുണ്ടാവും. എത്രമാത്രം അധപ്പതിക്കുമെന്നറിയാം ഒരവസ്ഥ. നമ്മൾ ഒരു സുഹൃത്തിനെ നമ്മൾ കൈയെടുത്ത് നമ്മൾ അവനെ ഒന്ന് പിടിച്ച് കയറ്റാനായിരിക്കണം ആധ്യാത്മിക ആചാര്യന്മാർ. അല്ലാതെ അത്ഭുതങ്ങൾ കാണിച്ച് ആ അത്ഭുതത്തിൻ്റെ മറവിൽ കുറച്ചേറെ പണവും തട്ടി അതിൻ്റെ മേലിൽ കുറച്ചേറെ ബിൽഡിങ്ങുകളും വെച്ച് ലോകാത്ഭുതങ്ങൾ പോലെ കുറച്ചേറെ സംഗതികളും കാണിച്ചുകൊണ്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കാര്യവുമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് കാരണം ലഭിക്കാൻ വേണ്ടിയിട്ട് വെറുതെ 45 വർഷം കളയാനുള്ളതില്ല. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. വ്യക്തമായിട്ട് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതല്ല സംഗതി, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം മന്ത്രങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഇഷ്ടംമാതിരി നെറ്റിൽ അവൈലബിൾ ആണ്. സീക്രട്ടായിട്ടുള്ള അതീവ രഹസ്യമുള്ള ഒരുപാട് മന്ത്രാസ് ഉണ്ട്. ഈ മന്ത്രങ്ങളൊക്കെ തന്നെ ഹോൾസെയിൽ പ്രൈസിലും റീറ്റെയിൽ പ്രൈസിലും ഒക്കെ കൊടുക്കുന്ന ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് ബേസ് ഇവർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിലും ഒരു ബേസും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ യോഗ എന്ന് പറയുന്ന സംഗതി വേൾഡ് വൈഡ് യോഗ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കായിട്ടൊരു യോഗ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ചേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രാണായാമം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അറിയാൻ മേലാതെ പ്രാണായാമം പഠിപ്പിക്കുന്നവരുണ്ടാവാം. യോഗ അത് എവിടെ നിന്നാണ്, എൻ്റെ തിയറി പാർട്ട് എന്താണ്, പ്രാക്ടിക്കലായിട്ട് ഒരുപാട് പേര് എനിക്കറിയാം യോഗ ഒരാളുടെ കീഴിലും പഠിക്കാതെ ഇൻ്റർനെറ്റ് നോക്കി പഠിച്ചിട്ട് തീർച്ചയായിട്ടും പ്രാക്ടീസ് കൊടുക്കുന്നവരുണ്ട്. ഓൺലൈൻ ക്ലാസ് പോലും അല്ല നോക്കണം, യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. എൻ്റെ അടുത്ത് ഒരാളൊരു ദിവസം ഒരു യോഗ ഇതുപോലെ എനിക്കൊരു 1 month കൊണ്ട് യോഗ പഠിച്ച് ടീച്ചർ ആവണമെന്ന് പറഞ്ഞാൽ അവൻ നടക്കില്ല. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം അതൊരു വലിയ സബ്ജക്റ്റാണ്, അത് ഡീപ്പായിട്ട് പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിവാക്കി. പിന്നീട് ഒരു 2 മാസത്തിന് ശേഷം ആലപ്പുഴയിൽ വെച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, പക്ഷേ മാഷിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ഇവിടെ യോഗ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. കാരണം അയാൾ എങ്ങനെ ഈ 2 months കൊണ്ട് യോഗ എടുത്ത് തുടങ്ങിയെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എന്നെ കണ്ടതിന് ശേഷം ഓഫീസിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ്റെ ഒരു പുസ്തകം, യോഗ പഠിപ്പിക്കാനും പറ്റുന്ന രീതിയിലുള്ളൊരു പുസ്തകമാണ് അയാൾ കോട്ടയത്തു നിന്ന് വാങ്ങിയിട്ട് പോയത്രേ. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അയാൾ ആലപ്പുഴ ജില്ലയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അയാൾ അവിടെ ഒരു യോഗ വിദഗ്ധനായിട്ടാണ് അറിയപ്പെടുന്നത്. ഞാൻ പേര് പറയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അയാൾ ഒരു കാരണവശാലും വേറൊരാളുടെ കീഴിൽ പഠിച്ചിട്ടില്ല, അയാൾ യോഗ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആർട്ടുകൾ എവിടെ പോയി നശിക്കും? വെറുതെ നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ. ഞാൻ ചെയ്തിട്ടുള്ളതിൽ തുറന്നു പറയാം, ഫിസിക്കൽ ഫിറ്റ്നസ്സിന് യോഗയിലെ സൂര്യ നമസ്കാരം ബെറ്ററാണ്. എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ബോഡി സ്ട്രെങ്ത്, മറ്റു കാര്യങ്ങൾ
മറ്റുള്ള ഏത് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ താഴത്തെ കാലിൻ്റെ നഖം മുതൽ ഉച്ചിയിലെ മുടി വരെയുള്ള ഏത് ഭാഗം എടുത്താലും അത്രയും വർക്കൗട്ട് ചെയ്യുന്ന, നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്ന, നല്ല സ്ട്രെങ്ത് കിട്ടുന്ന കാര്യം. അതിനകത്തുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് 2 തരത്തിലുണ്ട് സൂര്യ നമസ്കാരം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫിസിക്കൽ സൂര്യ നമസ്കാരം. അതിനകത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യ നമസ്കാരം നമുക്ക് വേണമെങ്കിൽ ഒരു എക്സർസൈസ് മാതിരി ചെയ്യാൻ കഴിയും. എക്സസൈസ് മാതിരി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ മസിലുകൾക്ക്, ഏതൊക്കെ ടെൻഡനുകൾക്ക്, അല്ലെങ്കിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവില്ല. ബ്രീത്തിങ് ആണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ശരിക്കും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സെൻ എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിൽ ഈ സൂര്യ നമസ്കാരം എങ്ങനെയാണെന്നുള്ള വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ യോഗയുടെ ആദ്യത്തെ വീഡിയോകളിലാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് എടുത്ത് കണ്ടാൽ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടിയത് അതേപടി ചെയ്യല്ല. അതിൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സൊക്കെ നമ്മൾ പാസ്സായിട്ടുണ്ട്, ട്രഡീഷണൽ യോഗ പഠിച്ചിട്ടുണ്ട്, റിസർച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം അവരുടെ റിസൾട്ട് എടുത്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ശാരീരികമായി മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്ത ഒരാൾ ചിലപ്പോൾ ഇതിനെയൊക്കെ പിടിച്ചിട്ട് ജയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരിടത്ത് പഠിത്തം അവിടെ നിർത്തുകയല്ല വേണ്ടത്, കൂടുതൽ നന്നായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി കോമൺ യോഗയിൽ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ യോഗയിൽ ചെയ്യുന്ന ഈ സൂര്യ നമസ്കാരം പോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഭസ്ത്രിക. ഭസ്ത്രിക എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ, അതിന് ഭസ്ത്രിക എന്ന് പറഞ്ഞൊരു അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സെന്നിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭസ്ത്രിക എന്ന് പറഞ്ഞൊരു അർത്ഥം എന്താണ്, അത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്കുള്ളിൽ എന്താണ് സംഭവിക്കുക, ഇതൊക്കെയാണ് അതിനകത്ത് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതറിയാൻ വയ്യാതെ ഇതിനെ ഒരു പാക്കേജിൻ്റെ ഭാഗമാക്കി മാറ്റും ഭസ്ത്രിക എന്ന് പറയുന്നത്. ഞാൻ പറയണ മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമാക്കി ടീച്ചർമാരെ പഠിച്ച് ഇറക്കി വിടുന്ന സമയത്ത് ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ പല ടീച്ചേഴ്സിനും അറിയില്ല എന്നുള്ളത് പിന്നീട് ഈ ടീച്ചേഴ്സായിട്ടുള്ളവർ നമ്മുടെ അടുത്തേക്ക് പഠിക്കാൻ വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനുലോമ വിലോമ പ്രാണായാമം നമ്മൾ എന്തിനാണ് ചെയ്യണത്? ഒരുപാട് ടൈപ്പ് ഓഫ് പ്രാണായാംസ് ഉണ്ട്. അത് ബോഡിക്കുള്ളിൽ എന്താണ് സംഭവിക്കുക, അത് ചെയ്യുമ്പോൾ മനസ്സിൻ്റെ വ്യത്യാസം എന്താണ്, ഇമോഷണലായിട്ടുള്ള നമ്മുടെ കൺട്രോൾസ് ഒക്കെ എന്തൊക്കെയാണ്, അതിനകത്തൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. 5 സ്റ്റേജ് പ്രാണായാമമുണ്ട് ഭസ്ത്രിക കഴിഞ്ഞിട്ട്. അത് ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ 5 സ്റ്റേജ് പ്രാണായാമം 2 കൈകളും മുട്ടിന്മേൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത് വാരിലിൻ്റെ തൊട്ട് താഴെയായിട്ട്, പിന്നെ കക്ഷക്കുഴിയിൽ കൈവച്ചിട്ട്, പിന്നെയുള്ള 2 ഉണ്ട്. അത് പഠിക്കണേ വേറെ ഫീസ് കൊടുക്കണം. അപ്പോൾ സത്യത്തിൽ ഈ കൈകൾ ഓരോ ഇടത്ത് വെച്ച് ചെയ്യുമ്പോഴും നമ്മുടെ ലങ്സിൽ ഉണ്ടാകുന്ന എന്താണ് വേരിയേഷൻ എന്നുള്ളത് ഈ പറയുന്ന ഒരു ടീച്ചേഴ്സിനെ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഫീസ് അടച്ച ഒരിടത്ത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഫീസ് വാങ്ങാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഗുരുക്കന്മാർക്ക് വാങ്ങാം. പക്ഷെ വാങ്ങുന്നവരെന്ത് ചെയ്യണം? ആ ഉത്തരവാദിത്തത്തിൽ അത് പഠിപ്പിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ ഈ വരുന്നവർ ഇതൊക്കെയാണല്ലോ കാര്യം, പിന്നെ അതെന്താണെന്നറിയാം, അവർ തന്നെ അത് പഠിക്കുന്നവർ സീരിയസ് അല്ലെങ്കിൽ അത് പഠിപ്പിച്ചിറക്കി വിട്ടിട്ട് അടുത്ത ഒരു തലമുറയെ തന്നെ പഠിപ്പിച്ച് നശിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ മൂല്യം ചോർന്ന് ഒരു പരുവത്തിലാവും. പിന്നെ സർട്ടിഫിക്കറ്റുകളിൽ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് യോഗ പഠിപ്പിക്കാൻ പറ്റുക എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരും. ഇതിൻ്റെ അലയൻസ് എവിടെയാണ്? അമേരിക്കയിലും ഇറ്റലിയിലും ഒക്കെ ആയിരിക്കും. യോഗ എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഇന്ത്യയിൽ നിന്ന്. വ്യക്തമായി മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള കച്ചവട താല്പര്യങ്ങളും അതുപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ പിന്നെ പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് 2 ദിവസം കൊണ്ട് ടീച്ചറായി ഇറങ്ങുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ വെറുതെ ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നുകിൽ നമ്മൾ ഇങ്ങനെയുള്ള യോഗ കോഴ്സുകളുടെ അവിടുന്ന് ഇവിടുന്നൊക്കെ ശകലങ്ങൾ പെറുക്കിയെടുത്ത് സ്വന്തം പേരിൽ ഇറക്കുമ്പോൾ അതിൻ്റെയൊക്കെ ശരിക്കുള്ള മൂല്യം എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ താഴെ ഒരുപാട് വിഡ്ഢികളെ സൃഷ്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അവരിതിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ കമ്മീഷൻ വ്യവസ്ഥകളുണ്ടാവും. ഇതാണ് ഇപ്പോൾ ഗുരുക്കന്മാർ നടത്തുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഷോയൊക്കെ വന്നതിന് ശേഷമാണ് ആധ്യാത്മികമായിട്ട് ഇത്രയും സബ്ജക്റ്റുകൾ വേൾഡ് വൈഡ് ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ബൗൾ മിസ്റ്റിക്സ് ഉണ്ട്, സൂഫി മിസ്റ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ തന്നെ എന്തൊക്കെയുണ്ട് ഒരു ലോകത്തിൻ്റെ മൊത്തത്തിലൊരു നമ്മുടെ ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ ലോകം മൊത്തം കണ്ടിട്ട് നമുക്ക് വീഡിയോ ഇറക്കി തരുന്ന മാതിരിയായിരുന്നു ഓഷോ ശരിക്കും ഈ പുസ്തകങ്ങളിലൂടെ നമുക്ക് പകർന്ന പല അറിവുകളും. അത്രമാത്രം വൈഡ് സംഗതിയാണ് അദ്ദേഹം. അപ്പം നമ്മുടെ വിചാരത്തിൽ ആധ്യാത്മികത കിഴക്കിൻ്റെ മാത്രമായിരുന്നു അന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അതല്ല, ലോകത്തിൻ്റെ എല്ലായിടത്തും ഉണ്ടിത്, അത് പല തരത്തിലാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ വിശാലമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചീക്കുങ്, ചിഗോങ്,
അതുപോലെ തന്നെ തായ്ജി, ഇങ്ങനെ കുറച്ചേറെ സാധനങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുകയും മറ്റു കാര്യങ്ങളും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത്രയും ആധ്യാത്മികമായി നമ്മുടെ ലോകം മൊത്തത്തിൽ കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വളരെ തുച്ഛവും വളരെ ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അഷ്ടസിദ്ധികൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതായിരിക്കില്ല, മറ്റാർക്കും ഗുണമുള്ളതായിരിക്കില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഈ യോഗസിദ്ധികളെന്ന് പറഞ്ഞിട്ട് കുറച്ചേറെ പേര് അങ്ങനെ പഠിപ്പിക്കും. പിന്നെ കുണ്ടലിനി റേസ് ചെയ്യാനുള്ള പരിപാടികൾ, ഒറ്റ ദിവസം കൊണ്ട് കുണ്ടലിനി റേസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കുണ്ടലിനി എന്നുള്ളതും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും ഒക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കുക. ഇതിനൊന്നും എളുപ്പവഴികളില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം. അതുണ്ടാക്കി നമുക്ക് കുണ്ടലിനി ഉണർത്തിയതിന് ശേഷം നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണോ, അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. നമുക്ക് മാത്രം ഗുണമുണ്ടായി പോരാ, നമ്മുടെ കൂടെ ഇരിക്കുന്ന അല്ല നമ്മളുടെ മനസ്സിലാക്കുന്നവർക്ക് കൂടെ ഗുണം ഉണ്ടാകുമ്പോഴാണ്. ഇത് നമ്മളൊരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ല ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളതങ്ങോട്ട് എടുത്ത് പ്രയോഗിക്കുകയല്ല വേണ്ടത്. തിരിച്ച് നമ്മൾ പലരിലും പരീക്ഷയ്ക്ക് ശേഷം റിസൾട്ട് കിട്ടിയിട്ടുള്ളവ ഏതാണെന്ന് അടുക്കി ചേർത്ത് വയ്ക്കണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പറയേണ്ടത്. നല്ല റിസൾട്ടുണ്ട്. ഒരുപാട് ടെൻഷനുള്ളവരൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരാശ്വാസമാകുന്നെങ്കിൽ അത് ശാസ്ത്രമോ ശാസ്ത്രമല്ലാഴികയോ എന്തും ആയിക്കോട്ടെ, റിസൾട്ട് കിട്ടിയാൽ പോരെ. മനസ്സിലാകുന്നത്. ചില ടച്ച് തെറാപ്പികളുണ്ട്, അതൊക്കെ ഒരുപാട് അവർക്ക് ഗുണം ചെയ്യും. അതൊക്കെ നമ്മുടെ ഈ പറഞ്ഞ ചാനലുകൾ ക്രൗൺ ബെറ്റൽസ് മീഡിയയിലൊക്കെ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് ടെൻഷൻ കുറയ്ക്കാനുള്ള. അപ്പം നമ്മൾ ഒരുപാട് മെഡിറ്റേഷൻ 3-4 മണിക്കൂർ ധ്യാനിച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കിട്ടുമെങ്കിൽ അത് ഏത് രാജ്യത്തിൻ്റെ ആയാലും അത് നമ്മൾക്കെടുത്ത് ഉപയോഗിക്കാൻ തെറ്റുണ്ടോ എന്ന് എൻ്റെ ചോദ്യം. ആധ്യാത്മികത ഇവിടെ മാത്രമല്ല, നിങ്ങളത് വളരെ സത്യസന്ധമായി മനസ്സിലാക്കിക്കൊള്ളുക. കിഴക്കിൻ്റെ ആധ്യാത്മികത ഉണ്ട്, അത് അതിൻ്റേതായ രീതിയിലാണ് മുന്നോട്ട് പോവുക. പടിഞ്ഞാറിൻ്റെ ആധ്യാത്മികത അതിൻ്റെ രീതിയിലുമായിരിക്കും മുന്നോട്ട് പോകുക. നമുക്കിതിനെക്കുറിച്ചൊക്കെ തന്നെ വൈഡായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത്ഭുതങ്ങൾ, ഇപ്പം ഞാൻ ഈ കാണിച്ച മാതിരിയുള്ള അത്ഭുതങ്ങളൊക്കെ തന്നെ അതൊക്കെ എന്താണ്, മാജിക് ട്രിക്കുകളാണ്. ഞാൻ കുട്ടിക്കാലം മുതൽ മാജിക്ക് മനസ്സിലാക്കിയ ആളാണ്. അതുപോലെ ഈ സ്പിരിച്വലായിട്ടുള്ള പലരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഞാൻ മജീഷ്യനാണെന്ന് അറിയാതെ എൻ്റെ മുന്നിൽ പലപ്പോഴും മാജിക് ട്രിക്കുകൾ കാണിച്ചിട്ടുണ്ട്. ഞാനത് കണ്ട് രസിച്ചിട്ടുണ്ട്. അപ്പോൾ അയാളൊരു മജീഷ്യനാണെന്ന് മനസ്സിലാക്കി നമ്മൾ തിരിച്ചു പറയും. നമുക്ക് വേണ്ടത് സ്പിരിച്വലായിട്ടുള്ള ട്രിക്കുകളായിരുന്നു. യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ നന്നായിട്ട് ആധ്യാത്മികത പഠിപ്പിച്ച ഒരാശാൻ പോലും, ഒരു ഗുരു പോലും ഒരു അത്ഭുതവും കാണിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ മാജിക്കിലെ അത്ഭുതങ്ങളൊന്നും തന്നെ കാണിച്ചിട്ടില്ല. അവരുടെ ജീവിതമായിരുന്നു അവരുടെ അത്ഭുതം. അവർ കാണിച്ചതെന്ന് അതാണ്. അവർ ജീവിച്ച് കാണിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ആധ്യാത്മികത നടപ്പിലാക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുകയും നമ്മുടെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും ഒക്കെ തന്നെ നമ്മൾ പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്തത്. ഇതിനകത്തൊന്നും അത്ഭുതങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇവരാരും നല്ല ഗുരുക്കന്മാരെനിക്കുണ്ട്. അവരൊക്കെ കുറച്ചേറെ പേര് ശരിക്കും സമാധിയായിട്ടുണ്ട്. അവരൊക്കെ തന്നെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവരൊന്നും വലിയ കാര്യങ്ങൾ പറയുകയായിരുന്നില്ല. ബേസിക്കലി ഇവിടെയുള്ള എല്ലാത്തിനെയും കുറിച്ച് പഠിപ്പിച്ചു. ഇപ്പോൾ പറഞ്ഞ നമ്മളിവിടെ പറയുന്ന ഈ ബൈബിളും ഖുറാനും അല്ലെങ്കിൽ രാമായണവും മഹാഭാരതവും ഇനി അല്ലെങ്കിൽ വേദങ്ങളും ഉപനിഷത്തുക്കളും എന്തൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞ ആൾക്കാരാണ് എൻ്റെ ഗുരുക്കന്മാർ. അല്ലാതെ ഈ പുസ്തകം നമുക്ക് വേണ്ട കേട്ടോ, ആ പുസ്തകം നോക്കരുത് കേട്ടോ, അത് ശരിയല്ല കേട്ടോ, ഇത് ശരിയല്ല, അതല്ല അവർ പറഞ്ഞത്. നമ്മൾ ഭൂമിയിൽ ജനിച്ചു, നമ്മൾ വന്നു, ഇത് എന്തൊക്കെയുണ്ട് എന്ന് പഠിക്കുക, അതിൻ്റെ ഒപ്പം ആവാതിരിക്കാനാണ് പറഞ്ഞത്. അത് പുസ്തകങ്ങൾ മാത്രമാണ്. എന്നാൽ നമ്മുടെ ഈ ജനത്തിന് ഗുണമുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള 18 സിദ്ധന്മാരുണ്ട്. അവരുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ തമിഴ്നാട്ടിൽ പോയി പഠിച്ചു മനസ്സിലാക്കി. അപ്പോൾ അവരാരും തന്നെ ചിലർ അവരുടെ പേര് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അവരൊരു കാര്യം എഴുതി വെച്ചിട്ട് അത് ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരിലായിരിക്കും അവരെ എഴുതി വെക്കുക. ഇപ്പോൾ പരമശിവൻ പറഞ്ഞു എന്ന് പറഞ്ഞായിരിക്കും എഴുതുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ആളുടെ പേര് പോലും ഹൈലൈറ്റ് ചെയ്യാത്ത വിധത്തിലാണ് പോവുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് നടക്കുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് എത്രമാത്രം കച്ചവട മനസ്ഥിതി ഉണ്ടാവും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫീസ് വാങ്ങരുതെന്നല്ല ഞാൻ പറയും. ഇപ്പോൾ ഞാൻ ഫീസ് വാങ്ങി പഠിപ്പിക്കുന്ന ആളാണ്, എനിക്ക് കുടുംബമുണ്ട്. അതുകൊണ്ട് ഇനി മറിച്ച് അതിൻ്റെ ഒരു അവസ്ഥയിൽ കുടുംബം നോക്കുന്ന രീതിയിലേക്ക് നമുക്ക് മറ്റൊരു സംവിധാനം ഉണ്ടായി തീർച്ചയായിട്ടും അത് ഗുരുകുല സമ്പ്രദായം വഴി ഞാൻ പഠിപ്പിക്കും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നമുക്ക് പക്ഷേ ഫീസ് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള മൂല്യം അവർക്ക് അവകാശപ്പെട്ടതാണ്, നമുക്കത് കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞവന് വേണ്ടിയ സാധനമാണെന്ന് പൊതുവിലൊരു ധാരണയുണ്ട്. അത് തെറ്റാണ്. നിങ്ങൾക്ക് മനസ്സമാധാനം എപ്പോൾ വേണോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ട് നിങ്ങളുടെ കൂടെ ഈ സ്പിരിച്വാലിറ്റി ഉണ്ടാവും, ഒരു സംശയം വേണ്ട. അതിന് വേണ്ടത് മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ടെക്നിക്കല്ല. സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ പേരുകൾ ആധ്യാത്മികതയിൽ ഇല്ല എന്ന് ഓർത്ത് വെച്ചോളൂ. സ്വർഗവും നരകവും ആധ്യാത്മികത പറയുന്നില്ല. യഥാർത്ഥ ആധ്യാത്മികതയിൽ സ്വർഗവും നരകവും ഒരു പക്ഷെങ്കിൽ ഈ പറയുന്ന മതങ്ങളിലെ ദൈവങ്ങൾ പോലും ഉണ്ടാവില്ല.
അതാണ് വലിയൊരു സത്യം. പിന്നീട് ഇതെല്ലാം എഴുതി ചേർക്കപ്പെട്ട ആ ഗുരു ഇന്ന പോലെ ഇന്നയാളുടെ പൂജാരിയായിരുന്നു എന്നും അയാൾ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ച ഒരുപാട് നല്ല ഗുരുക്കന്മാരുമുണ്ട്. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലിരുത്തി പഠിച്ച് അതിൻ്റെ ഹിസ്റ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കിയെടുത്താൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് പിടികിട്ടുള്ളൂ. അപ്പോൾ ആധ്യാത്മികതയ്ക്ക് ഈ പറയുന്ന ദൈവങ്ങളുമായിട്ട് ബന്ധമുണ്ടാവണമെന്നില്ല, മതങ്ങളുമായിട്ട് ബന്ധമുണ്ടാകണമെന്നില്ല, ഈ പറയുന്ന ഗുരുക്കന്മാരുമായിട്ടും ചിലപ്പോൾ ബന്ധം ഉണ്ടാവണമെന്നില്ല. ഇവരൊക്കെ തന്നെ ഇപ്പോൾ എന്നെ പഠിപ്പിച്ചവരൊക്കെ തന്നെ ചിലർ വളരെ ഫേമസ് ആയിട്ടുള്ളവരുണ്ടാവും, ചിലർ ലോകത്തിലെ അവരുടെ അയൽവക്കംകാർ പോലും അറിഞ്ഞിട്ടില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ ഞാൻ പഠിക്കേണ്ടി വന്നില്ല. പക്ഷെ അവരുടെ വായിൽ നിന്ന് വീഴുന്ന മുത്തുകൾ, അതാണ് ഇന്ന് എൻ്റെ ആഭരണമെന്ന് എനിക്ക് പറയാൻ തീർച്ചയായിട്ടും കഴിയുന്നില്ല. അഭിമാനം മാത്രമേ ഉള്ളൂ. എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്ക് ഗുണപ്പെടുമ്പോൾ അതെല്ലാം അതിന് നമ്മൾ മോഡേൺ ആയിട്ടുള്ള സയൻസുകളെ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒരു സംശയം വേണ്ട. സയൻസ് നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ലേ, നമ്മുടെ കൂടെയുള്ളവർ കണ്ടുപിടിച്ചതാണ്. അത് നിങ്ങൾ ചിന്തിക്കണം. ഒരു യുക്തിവാദം പറയുന്ന ഒരാളെ സംബന്ധിച്ച് അയാളെ ഞാൻ തെറ്റ് പറയില്ല, അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് കേൾക്കാനുള്ള അവകാശവും നമുക്കുണ്ട്. എന്തിനാ അത് കളയുന്നത്? അവരുടെ പല ചോദ്യങ്ങളും എനിക്ക് ചില ഉത്തരങ്ങളിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കോവൂരിൻ്റെ പുസ്തകങ്ങളോ അതൊന്നും ഞാൻ എതിർത്ത് പറയില്ല. അത് ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുന്നത് ഈ പറയുന്ന മിത്തോളജിക്കലായിട്ടുള്ള ബുക്കിൻ്റെ കൂടെ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അപ്പോൾ അത് നമുക്ക് വേണം. എന്തിനേ നമ്മളെപ്പോഴും ഉണ്ട് അത് ശരി ഇത് ശരി, അല്ലെ അത് തെറ്റ് ഇത് തെറ്റെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ ഒരു മനസ്സിൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. എല്ലാം വായിക്കുക, എല്ലാം മനസ്സിലാക്കുക, അല്ലേ? വിശപ്പുള്ള ഒരാളോട് നമ്മൾ വിശപ്പ് എങ്ങനെ ഉണ്ടാകുന്ന ശാസ്ത്രീയമായി പറയല്ല വേണ്ട, ഫുഡ് വാങ്ങി കൊടുക്കണം, അവന് സമാധാനമാവും. ടെൻഷൻ അടിച്ചിരിക്കുന്ന, പ്രശ്നത്തിലായിരിക്കുന്ന, മരിക്കാതിരിക്കുന്ന ഒരാളെ പിടിച്ച് കുഴി തള്ളിയിടുകയല്ല ചെയ്യേണ്ടത്. നീ ഇനി ജീവിച്ചിരുന്നത് കാര്യമില്ലടാന്ന് പറയല്ല വേണ്ടത്. അവനെ കൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കുക. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുതെന്ന് പറയും, പക്ഷെങ്കിൽ ക്യാമറ നിറച്ച് കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യും? ഇടത് കൈ അറിയുന്ന വലത് കൈയിലോട്ട് മാറുന്നത് റെക്കോർഡ് ചെയ്യും, അല്ലേ? ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? കയ്യിലുള്ള മൊബൈൽ വെച്ച് റെക്കോർഡ് ചെയ്യുക ചെയ്യുക, സത്യമല്ലേ? അവിടെ ആരും ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ടല്ല ശ്രമിക്കുന്നത്. അപ്പം മനുഷ്യത്വം, മൂല്യം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമായിരിക്കുന്നു. ഇതിനെ തിരിച്ചു കൊണ്ടുവരലാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് അടുക്കും ചിട്ടയോടും കൂടി നമുക്കൊന്ന് മാറ്റി മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ യോഗ പഠിക്കുന്നവരുണ്ട്, യോഗ നാഡികൾ ഒരുപാടുണ്ട്, ശരീരത്തിൽ യോഗ നാഡികൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന കളർ കണ്ടു, ഞാൻ ദൈവത്തെ കണ്ടു എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള മണ്ടത്തരങ്ങളുണ്ടാവും. കാണുന്നില്ല എന്നല്ല ഞാൻ പറയണത്. അപ്പോൾ അവർക്ക് അത് എന്തുകൊണ്ടാണത് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഗുരുക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയണം. നിങ്ങളിപ്പോൾ ഇന്ന പോലെ ലൈറ്റ് കണ്ടു, പ്രകാശം കണ്ടു, എന്തുകൊണ്ടാണ് ആ പ്രകാശം കണ്ടത്? അപ്പോൾ അത് ഏത് നാഡിയുടെ പ്രവർത്തനം കൊണ്ടാണ് സംഭവിച്ചത്? ഇങ്ങനെ നിങ്ങളൊന്ന് പഠിക്കുന്നതിനെക്കുറിച്ച് വെറുതെ എന്തിച്ചേ, ചെറിയ കാര്യമായിരിക്കുമോ? അങ്ങനെ ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും, ഇപ്പോൾ സുഷുമ്ന നാഡിക്കകത്ത് ചിത്ര എന്ന് പറഞ്ഞ നാഡി, വജ്ര എന്ന് പറഞ്ഞ നാഡി, ഇതൊക്കെ ടെക്സ്റ്റുകളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോ ഇതിലും അല്ലേ, നമ്മുടെ കുഹു എന്ന് പറയുന്ന നാഡി ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക, കണ്ണിനകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലൈറ്റിൻ്റെ വേരിയേഷനുകൾ, അതിൻ്റെ ശബ്ദത്തിൻ്റെ തരംഗ വൈചിത്ര്യങ്ങൾ, അതുപോലെ തന്നെ അത് മന്ത്രങ്ങളിൽ ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന വേരിയേഷനുകൾ, ഇതെല്ലാം നമുക്ക് ശാസ്ത്രീയമായി പഠിക്കാനുള്ള ധാരാളം ടെക്സ്റ്റുകളുണ്ട്, ഗുരുക്കന്മാരുണ്ട്. അതൊക്കെ കൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്കൊരു വലിയ നല്ല സബ്ജക്റ്റ് പഠിച്ചൊരു സംതൃപ്തി എന്ന് നമ്മൾ പറയില്ലേ, ആ സംതൃപ്തി ഉണ്ടാവുന്നത്. അതിൽ യോഗങ്ങളിൽ പലതുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാജയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, ലയയോഗം, കർമ്മയോഗ എന്നെല്ലാം പറയുമ്പോഴും കർമ്മയോഗത്തിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. കാരണം മനുഷ്യനായാൽ അവൻ കർമ്മം ചെയ്യണം, ജോലി ചെയ്ത് ജീവിക്കണം, പറ്റിച്ച് ജീവിക്കരുത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കാനുള്ള സംഗതി ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ A to Z ജീവിതകാലം മുഴുവൻ പഠിച്ചാൽ തീരാത്തത്ര വിധമുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കണം. ഒന്നിനെ എതിർക്കേണ്ട കാര്യമില്ല. എന്തിനാ എതിർക്കണത്? ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ചില കഥകൾ അത് നമുക്ക് നമ്മുടെ പ്രഭാഷണത്തിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, മറ്റാൾക്ക് മനസ്സിലായാൽ മതി. ഖുറാനിലെ കാര്യം നമ്മൾ പറഞ്ഞോന്നേ, ഇതിനൊന്നും ഞാൻ എതിർക്കുകയല്ല വേണ്ട. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ അത് എത്ര വർഷമായി ഉണ്ടായിട്ട് അതിനകത്ത് പറയുന്ന ദൈവങ്ങൾ എന്തൊക്കെയാണ്, അതും ആധ്യാത്മികമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കുക തന്നെ വേണം. എന്നിട്ട് വേണം അടുത്ത തലമുറയിലേക്ക് നമ്മൾ എന്ത് കൊടുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട്. ഇത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പലപ്പോഴും എൻ്റെ ഈ 2 വീഡിയോ കണ്ടുവരുമ്പോൾ പലപ്പോഴും ചിലർ എന്നോട് ചോദിച്ചു, താങ്കൾ ശരിക്കും ഒരു യുക്തിവാദിയാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ല, തീർച്ചയായിട്ടുമല്ല. ഞാനൊരു ദൈവവിശ്വാസിയാണെന്ന് ചോദിച്ചാൽ അതുമല്ല. കാരണം ദൈവം എന്ന് പറഞ്ഞൊരു വിശ്വാസമല്ല, എനർജിയെക്കുറിച്ച് പറയുന്നത് മാത്രമാണ് ഞാൻ ദൈവത്തായിട്ട് കണക്കാക്കുന്നത്. അല്ലാതെ മതങ്ങളിൽ പറയുന്ന ഈശ്വരന്മാരെയൊന്നും നമ്മൾ ഈശ്വരനായിട്ട് കണക്കാക്കാൻ കഴിയില്ല.
അത് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചു. അത് എല്ലാവരും നന്നായിട്ട് അപ്രീഷിയേറ്റ് വിളിച്ചു കുറച്ചേറെ പേർ. അതൊക്കെ ഒരുപാട് സന്തോഷമാണ്. മാറ്റത്തിന് സമയമായിരിക്കുമെന്നാണ് ഞാൻ പറയണത്. അപ്പോൾ അതുകൊണ്ട് മതങ്ങൾ എന്ന് പറയുന്നതിന് ലിമിറ്റുണ്ട്. ഈ പറയുന്ന നാഡികളെക്കുറിച്ച് ഏതെങ്കിലും അമ്പലത്തിലോ പള്ളികളിലോ മസ്ജിദുകളിലോ നിങ്ങൾ പഠിച്ചായിട്ട് കേട്ടിട്ടുണ്ടോ? യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മതവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് ഞാൻ പറയുന്നത് വ്യക്തമായി പിടികിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് നമുക്കറിയേണ്ടത് ആധ്യാത്മിക, പിന്നെ നമ്മൾ തപ്പുന്നത് ഇന്ന് വീഡിയോയിൽ പറഞ്ഞ ആധ്യാത്മികമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആചാര്യന്മാരെയാണ്. ഈ ആചാര്യന്മാർ പലരും എന്ത് ചെയ്യും? തൻ്റെ മുന്നിൽ ഇന്നപോലെ യോഗി പ്രത്യക്ഷപ്പെട്ടു, ബ്ലെസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ നമുക്കിപ്പോൾ ബോഡി ലാംഗ്വേജ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അവർ പറഞ്ഞത് കള്ളമാണോ സത്യമാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ കള്ളം പറഞ്ഞ് എന്ത് നേടിയെടുക്കാനാണ്? ഇനി അതിന് എന്തെങ്കിലും വളഞ്ഞ വഴികൾ സ്വീകരിച്ചിട്ട് അത് ഇന്നതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ വൃക്ഷാസനം ചെയ്യുന്ന സമയത്ത് കാല് എവിടെ വെക്കണം എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. അതിന് പകരമായിട്ട് കാലിൻ്റെ മേളിൽ കാല് ചവിട്ടി പിടിച്ചാൽ മതി എന്ന് പറഞ്ഞ ഗുരുവുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെ പോയി നിൽക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്. വൈകിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു അയാൾക്ക്. ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വലിയ അപകട മേഖലയിലൂടെയാണ് ആധ്യാത്മികത സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൽ എത്രമാത്രം നല്ലത് ചീത്ത എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ തന്നെ അത്യാവശ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആധ്യാത്മിക ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഭയങ്കരമായ പ്രസിദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ അവരൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ. നിങ്ങളറിയാതെ കിടക്കുന്ന ഒരുപാട് കൽക്കരിക്കുള്ളിലെ ഒരുപാട് ഡയമണ്ട്സിനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞ പാഠങ്ങളാണ് ഞാനിപ്പോൾ ടീച്ച് ചെയ്യേണ്ടതും ആൾക്കാർക്കത് ഗുണകരമായിട്ട് വരുന്നതും. ഇതൊക്കെ തന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വലിയ ബിൽഡിങ്ങുകൾ കെട്ടാനും കോടികൾ വരുന്ന കാറിൽ സഞ്ചരിക്കാനൊന്നും പറ്റുന്നു വരില്ല. അവരുടെ ഉള്ളിലായിരിക്കും നമ്മൾ ഈ പറയത്തില്ലേ മതത്തിൽ ദൈവം എന്നൊക്കെ പറയണത്, അല്ല ദൈവികത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ആ ഗുരുക്കന്മാരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിരിക്കും. അതിനകത്താണ് പറയുമ്പോഴാണ് നമുക്ക് അവർക്ക് സ്നേഹമുണ്ടെന്നും സ്നേഹം ദൈവമാണെന്നും ഒക്കെ പറയുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി അതവിടെ വരും. മതങ്ങളിലുള്ള ദൈവങ്ങളുടെ പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ മതിലുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എഴുതി വയ്ക്കും, തിയറി മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രാക്ടിക്കലായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെതിരെ പടപൊരുതിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഗുരുക്കന്മാരെല്ലാവരുമായിട്ടൊന്നും ആധ്യാത്മികതയ്ക്ക് ബന്ധമുണ്ടാവില്ല എന്നുള്ളത് ഒരിക്കൽ നിങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് സീരിയസ് ആയിട്ട് സബ്ജക്റ്റ് പഠിക്കുന്ന മാതിരി ഒക്കെ ആധ്യാത്മികത മനസ്സിലാക്കാൻ അത് ഈസ്റ്റ് വെസ്റ്റ് ഒന്നും നോക്കണ്ട, കിട്ടുന്നതൊക്കെ പഠിക്കുക. പഠിച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായൊരു ഐഡിയ കിട്ടും. ആ ഐഡിയയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ആധ്യാത്മികത നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും, നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിച്ചു തുടങ്ങും. അത്തരത്തിലൊരു കാലത്തിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിച്ച ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ഗുരുക്കന്മാരെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പലരും പറഞ്ഞു. എല്ലാം ഒന്നും എനിക്ക് നടക്കില്ലെങ്കിലും ഇതിലേക്ക് നയിക്കപ്പെട്ട 1-2 പേർ എൻ്റെ മനസ്സിൽ തട്ടിയ കുറച്ച് പേരുണ്ട്. അവരെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതെല്ലാം നമ്മുടെ അടുത്ത വീഡിയോകളിലായിട്ട് വരും. അയ്യ വൈകുണ്ഠനാഥൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടായിരിക്കും അടുത്ത വീഡിയോ വരിക. അദ്ദേഹം ആധ്യാത്മികമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇപ്പോഴത്തെ ഗുരുക്കന്മാരെക്കുറിച്ചൊരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. അതെല്ലാം അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുമല്ലോ.